രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന സ്ഫോടനാത്മകമായ പ്രവചനങ്ങളുമായാണ് PV അൻവർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഇടതുകോട്ടകൾ തകർന്നടിയുമെന്നും UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നുമാണ് അൻവർ ഉറപ്പിച്ചു പറയുന്നത്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയാണെന്നും UDF 89 സീറ്റുകൾ വരെ നേടി അധികാരം പിടിക്കും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പതനത്തെക്കുറിച്ച് അൻവർ നടത്തുന്ന നിരീക്ഷണങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് പോലും ഇത്തവണ അടിപതറുമെന്നും പിണറായി പരാജയപ്പെട്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് അൻവർ തുറന്നടിക്കുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ LDF പൂർണ്ണമായും തൂത്തെറിയപ്പെടുമെന്നും മലബാറിലെ 60-ൽ 40 സീറ്റുകളും UDF സ്വന്തമാക്കുമെന്നും അദ്ദേഹം കണക്കുകൾ സഹിതം അവകാശപ്പെടുന്നുണ്ട്. താൻ മത്സരിച്ച ബേപ്പൂർ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. CPM-ന്റെ അടിച്ചമർത്തൽ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ മറുപടിയാകും ഈ ഫലം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇടതുപക്ഷത്തെ വിറപ്പിക്കുന്ന അൻവറിന്റെ ഈ തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. എന്തായാലും ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണ് അപ്പോ എന്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് ഞാൻ പറയുന്നത്. കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബിൽ ഇരുന്നിട്ട് ഞാൻ അഗ്രിമെന്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്പിളിട്ട് നടത്താം. മൊട്ടയടിച്ച് കാതിൽ 2 കമ്പിലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിട്ടല്ല, മൊട്ടടിക്കാൻ തയ്യാറാണ്.